Hi. So today we are discussing about dowry. I hate that word, but anyway, sometimes even the bad things we need to discuss to, you know, someday get rid of it. സൊസൈറ്റിയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ we do often see a lot of discussion happening around it on social media, hashtags, say no to this, say no to that, and all of that. പലപ്പോഴും എനിക്കും ഇതിൽ പലതിനോടും ഒരു ഇങ്ങനെ തോന്നാറുണ്ട്, അതായത് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇതിനെന്ത് പ്രയോജനമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ സംതിങ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഓവർ ദി ഇയേഴ്സ് ഇസ് ദാറ്റ് വെൻ ദർ ഇസ് എ പ്രോബ്ലം and you address that problem and you speak about it and you make conversation about it, starting conversation about something is the first step to putting an end to it. I'll give you a very very simple example. Ipo korchu naal mumbai, I think a couple of months ago, there was this whole women have legs campaign going on, right? ആ ഒരു ക്യാമ്പയിൻ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതായത് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പ്, നീളം കൂടിയതോ കുറഞ്ഞതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ എന്തിട്ടാലും അതിൻ്റെ താഴെ വരുന്ന മോശമായ കമൻറ്റുകൾക്കെതിരെയുള്ള ആൻഡ് ആ ഒരു കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത്. സോ വിത്ത് ദ വിമൻ ഹാവ് ലെഗ്സ് ക്യാമ്പയിൻ, സംതിങ് ഐ ഹാവ് നോട്ടീസ് പേഴ്സണലി ഈസ് ദാറ്റ് there was so much discussion. ആ ഒരു പീരിയഡിൽ there was so much discussion about that specific matter that പിന്നീട് ഇങ്ങനത്തെ ഫോട്ടോസിൻ്റെ ഒരു കുട്ടിയുടെ ഫോട്ടോൻ്റെ താഴെ ഇങ്ങനത്തെ മോശപ്പെട്ട കമൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മോശമായ കമൻ്റ് ഇടുന്ന ആൾക്കെതിരെ തിരിയാൻ ഒത്തിരി പേരുണ്ടാവും. അത് മോശമാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പേർക്കുണ്ടാവും. മനസ്സിലായോ? സോ ദാറ്റ്സ് വെയർ മേക്കിംഗ് കോൺവെർസേഷൻ മാറ്റേഴ്സ്. അതുകൊണ്ട് ആ ഒരു എൻറ്റയർ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ രണ്ട് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്പർ 1, ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ ഇടുന്നു, അതിൽ ഷീസ് വെയറിങ് വാട്ട് എവർ ഷീ വാണ്ട്സ്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മോശം കമൻറ്റ് ഒരാൾ ഇടുവാണെങ്കിൽ, ഈ കമൻറ്റ് ഇടുന്ന ആൾ കെൻ ബി എ മാൻ ഓർ എ വുമൻ, ദർ ഇസ് നോ ജനറലൈസിങ് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ്. സോ അങ്ങനെ ഒരു മോശം കമൻറ്റ് ഒരാൾ ഇടുവാണെങ്കിൽ അത് മോശമാണല്ലോ, അതിപ്പോൾ ഇവിടെ വന്ന് പറയേണ്ട കാര്യമല്ലല്ലോ എന്ന ഒരു തിരിച്ചറിവ് ഇത് കാണുന്ന മറ്റു പലരിലും ഉണ്ടാകുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് അത് കുറച്ച് പേരിലുണ്ടായ ഇറ്റ് പാസസ് ഓൺ ടു മോർ പീപ്പിൾ ആൻഡ് ആസ് എ സൊസൈറ്റി ദാറ്റ് ഈസ് വൺ ചേഞ്ച് ദാറ്റ് വിൽ ഹാപ്പൻ. അത് പോകെ വിത്ത് ഇയേഴ്സ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ പതുക്കെ വന്ന് കയറുന്ന ഒരു സാധനമായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് ആസ്പെക്ട് ഇസ് സോ മെനി ഗേൾസ് വിൽ ആക്ച്വലി ഫീൽ മോർ കോൺഫിഡൻറ്റ് ടു വെയർ വാട്ട് ദേ വാണ്ട് ആൻഡ് പോസ്റ്റ് വാട്ട് ദേ വാണ്ട് ബിക്കോസ് they feel confident and they feel more empowered. So I was just giving an example. So idinte karanam endanu, the reason for this is that there was conversation around it. ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനത്തെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തെറ്റാണ്, വളരെ ബോറാണ് എന്നുള്ള സംസാരം കൂടുതൽ ഉണ്ടാകുമ്പോഴത്തേക്കും ആ പ്രവണത ഉള്ളിലുള്ളവർക്ക് ചെറുതായിട്ട് മറ്റേ ഞാൻ ചെയ്യുന്നതപ്പോൾ ബോറാണല്ലേ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. സോ when there is conversation, this happens, and conversation can slowly, gradually but surely lead to change. So ഞാനിത് ഇവിടെ പറയാൻ കാര്യം is because ഡൗറി എന്ന് പറയുന്ന ഒരു അൺഫോർച്ചുനേറ്റ് തിങ് ഇസ് ദെയർ ഇൻ ദി ഇന്ത്യൻ സിസ്റ്റം. അതിപ്പോൾ ചിലരതിനെ വളരെ ഷുഗർ കോട്ട് ചെയ്ത് ഗിഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. But still it is a stupid transaction that happens from the bride side to the groom side to just seal the deal of the marriage. So ഈ ഒരു I think it's okay to call it a virus. Dowry എന്ന് പറയുന്ന ഈ വൈറസിനെ if we need to finally eradicate from our system, കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇത് തെറ്റാണ്, ഇത് നടന്ന് കൂടാത്തൊരു സാധനമാണെന്നുള്ള സംസാരം കൂടുതൽ വന്നാൽ മാത്രമേ നമുക്ക് വൺ ഫൈൻ ഡേ ഇങ്ങനൊരു സാധനം ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് be like thrown out of our system. Like I remember when my third sister was born, അതും പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും മൂത്തത് പെണ്ണ്, രണ്ടാമത്തെ പെണ്ണ്, മൂന്നാമത്തെ പെണ്ണ്, നാലാമത്തെ, അപ്പോൾ അതും പെൺകുട്ടി. സോ ഒത്തിരി പേര് യൂസ് ടു ടെൽ മൈ പേരൻസ്, അയ്യോ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ 4 പെൺകുട്ടികൾ അങ്ങനെ ഇങ്ങനെ. ബട്ട് മൈ പേരൻസ് ഹാവ് നെവർ ബിൻ വറീഡ് because they've just been like, so what?
നമ്മളിപ്പോൾ we are not going to get them married with dowry and all that bullshit. So yeah, how does it matter? പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും how does it matter? So if you're a parent today, if you are a progressive thinker, great, congrats. But otherwise, if you're a parent of a girl child, please at least self-I to take an oath that ഈ വൃത്തികെട്ട നാടകത്തിൽ നിങ്ങൾ കൂട്ടുനിൽക്കത്തില്ല, that you don't consider your daughter as a thing to be sold. So today I just want to know how many progressive thinkers we have, at least amongst my followers. So if you're seeing this story, wait, I know, but I'll tell you, I'm a girl. I might get married someday if I feel like, and when I get married, I will be getting married for love and not as part of a business deal. എൻ്റെ പേരൻസ് ഒരു രൂപ പോലും അങ്ങോട്ട് കൊടുക്കത്തുമില്ല, ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല, ബിക്കോസ് we don't believe in this nonsense called dowry. And if I personally know about any of my friends, girls who dowry situation ഉണ്ടെങ്കിൽ ഞാൻ അവരെ സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കും. I'll try to tell them that you're doing crap. Dowry is crap, dowry is bullshit, dowry is nonsense. So yes, I have sisters too. They will also get married if they feel like. But no, we do not support dowry. And yeah, we will get married one day if we feel like, and we will get married for the sake of marriage or the sake of love, or whatever is the normal thing that gets anybody to want to get married. Apol, if you are also a sensible thinker who thinks that one should get married for sensible reasons, yeah, put a story and tag me. Let me see. എന്നെ ഫോളോ ചെയ്യുന്നവരിൽ എത്ര സെൻസിബിൾ തിങ്കേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ. Put a story about what you think about dowry, and നിങ്ങൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഡൗറി എന്ന് പറയുന്ന വൃത്തിയായിട്ട സാധനം ആ പരിസരത്തൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ അതൊരു സ്റ്റോറിയിൽ റൈറ്റ് ഇറ്റ് ഓൺ എ സ്റ്റോറി ആൻഡ് ടാഗ് മീ, ഞാൻ നോക്കട്ടെ. Because I feel a little hopeless today, because whatever has been going around, I know it's very unfortunate and very, very depressing. So yeah, I just want to feel a little hopeful, and I want conversation to happen around how bad dowry is. So നിങ്ങൾ ഡൗറി സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്നില്ല, ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ടൊരു പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലിട്ടിട്ട് എന്നെ ടാഗ് ചെയ്യൂ. And yeah, let's make some conversation about it, right? Because like I said earlier, initiating conversation about something is the way how we can put an end to something. സോഷ്യൽ മീഡിയയിൽ ചിലർക്ക് തോന്നുന്നു ഇപ്പോൾ ഹാഷ്ടാഗിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ഉള്ളത്, പക്ഷേ അതൊരു തുടക്കമാണ്. From that we can initiate conversation, we can get more people to talk about it, we can create more awareness about it, and we can let the world know that whatever is this thing that we are talking about is stupid and it does not deserve to exist. So yes, let us begin conversations and let us eventually put an end to this stupid thing called dowry.